ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലെ ഒരു ഉത്തരവ് ഇപ്പം വന്നിരിക്കുന്നു. അറസ്റ്റ് ചെയ്താൽ അതിനുള്ള കാരണങ്ങൾ ആ വ്യക്തിയെ അറിയിക്കണം, എഴുതി അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓറലായിട്ട് പറഞ്ഞാൽ ഒക്കില്ല. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ആ വിവരങ്ങൾ അയാളെ എഴുതി അറിയിക്കണം എന്നാണ്. കാരണം അതിനകത്ത് ഇന്ന കുറ്റങ്ങൾ പ്രകാരമാണ് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടാവണം. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ സുപ്രധാനമായ ഒരു നിരീക്ഷണം, ഒരു ഉത്തരവാണ് ഇപ്പം വന്നിരിക്കുന്നത്. അറസ്റ്റിന് മുമ്പ് കാരണം എഴുതി നൽകണമെന്ന നിബന്ധന നേരത്തെ 2 തരം കേസുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കലിന് PMLA വകുപ്പനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായി എഴുതി അവരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ സംഘടിത കുറ്റകൃത്യങ്ങളെ UAPA അനുസരിച്ചുള്ള അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിലും കൃത്യമായി അവരെ എഴുതി അത് അറിയിച്ച ശേഷം മാത്രമേ ഈ 2 കാര്യങ്ങളിലും അറസ്റ്റ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിയമം. ഇപ്പം വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് കുറ്റം, ആ കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അയാളെ എഴുതി കാര്യങ്ങൾ അറിയിച്ച ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അയാൾക്ക് എഴുതി കൊടുക്കണം. അതാണ് BR ഗവായിയുടെ സുപ്രധാനമായ ആ വിധിയുടെ കാതൽ. നമുക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നേരത്തെ 41 CRPC അനുസരിച്ച് ഇപ്പോഴത്തെ BNSS 35 പ്രകാരം ഒരാളെ ഒരു പോലീസ് ഓഫീസർ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. BNSS 35 പ്രകാരം, പുതിയ BNSS അല്ലെങ്കിൽ പഴയ 41 CRPC പ്രകാരം ഒരാളെ വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യണം. ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് എഴുതി കൊടുക്കണം ആ വ്യക്തിക്ക് എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർ മുമ്പിൽ ഹാജരാകാൻ നേരത്തെ നോട്ടീസ് കൊടുക്കും 41A CRPC അനുസരിച്ച്. BNSS ഇപ്പം 35(3) പ്രകാരം നോട്ടീസ് ഹാജരാകുന്നതിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു അഡ്വക്കറ്റിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 41D പ്രകാരം അഡ്വക്കറ്റിന്റെ സാന്നിധ്യവും നമുക്ക് ലഭിക്കും. ഒരാളുടെ പേരും അഡ്രസ്സും ചോദിച്ചപ്പം പോലീസ് ഓഫീസറുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അത് CRPC 42 പ്രകാരം അല്ലെങ്കിൽ BNSS 39 പ്രകാരം. അറസ്റ്റിന് അതിന് മുമ്പ് പേരും അഡ്രസ്സും ചോദിച്ചാൽ ഒരാൾ പറഞ്ഞില്ല, തീർച്ചയായിട്ടും അയാളെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം. അന്നേരം എഴുതി ഇത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം CRPCയിൽ ഒരാൾ വേറൊരാളെ കൊല്ലാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കൊല്ലുന്ന കാണുമ്പോൾ നമുക്ക് അയാളെ പ്രൈവറ്റ് പേഴ്സണും 41 CRPC പ്രകാരം അല്ലെങ്കിൽ BNSS 42 പ്രകാരം നമുക്ക് അയാളെ പ്രൈവറ്റ് പേഴ്സണിനും നമുക്ക് അറസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് വെച്ചൊരു കുറ്റം മജിസ്ട്രേറ്റ് കാണുകയാണെങ്കിൽ മജിസ്ട്രേറ്റിനും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം 44 BNSS പ്രകാരം. അതുപോലെ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് നടത്തുന്നത്? പോലീസ് ബലം പ്രയോഗിക്കാതെയാണെങ്കിൽ ഒരാളുടെ ദേഹത്ത് തൊട്ടാൽ മതി, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾ അറസ്റ്റിലായി എന്നാണ് ഒരർത്ഥം. അത് BNS 41 BNSS പ്രകാരം ഒരാളുടെ ദേഹത്ത് തൊട്ട് അറസ്റ്റ് ചെയ്യും. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ പല കേസിനകത്തും ഒരാളെ വീണ്ടും കസ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ, വേറൊരു കേസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിനകത്ത് ആ റിമാൻഡിൽ കിടക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും അടുത്തൊരു കേസിലേക്ക് അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സബ് ജയിലിൽ പോയി അയാളുടെ ദേഹത്ത് ടച്ച് ചെയ്താൽ മാത്രം മതി, അറസ്റ്റ് ആവും. ആ വിവരം കോടതി അറിയിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് എഫക്റ്റിലാവും എന്നാണ് നിയമം പറയുന്നത്. എന്തായാലും സുപ്രധാനമായ BR ഗവായിയുടെ ഇത് ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. സങ്കീർണമായ ഈ പ്രശ്നത്തിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ സുപ്രീം കോടതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം ഒരാളെ വെറുതെ പോലീസ് കസ്റ്റഡി രഹസ്യമായിട്ട് വെക്കാൻ ഇനി സാധിക്കില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ, പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അയാളെ എഴുതി അറിയിക്കണം. അയാൾ അറസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് അത് എഴുതി കൊടുക്കണം, നിങ്ങളെ എല്ലാ വകുപ്പ് പ്രകാരം ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിടിച്ചോണ്ട് പോയി
ഒരാളെ കൊണ്ടുപോയി ഇല്ലീഗലായിട്ട് പാർപ്പിച്ചാൽ അത് നിയമവിരുദ്ധമാണ്, നിയമപരമായിട്ട് അത് നിലനിൽക്കത്തില്ല. അതിനകത്ത് വീഴ്ചകൾ പോലീസ് ഓഫീസർക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തും. കാരണം സുപ്രീം കോടതിയിലെ ഈ പുതിയ ഡയറക്ഷൻ, ഗവായിയുടെ ഈ പുതിയ ഡയറക്ഷൻ പ്രകാരം പോലീസ് അങ്ങനെ ചെയ്ത പല ആൾക്കാരും കസ്റ്റഡിയിൽ ഇരുന്ന് മരണപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് അങ്ങനെയുള്ള ഒരു അറസ്റ്റിന് പോകുമ്പോൾ പൊതുജന മധ്യത്തിലോ സംഘർഷമുള്ള സ്ഥലത്തോ രഹസ്യമായിട്ട് ഒരു വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കോ ഒരു ജാമ്യം എടുക്കുന്നതിന് പോകാനുള്ള സൗകര്യക്കാരുമുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് വകുപ്പുണ്ടാവും, സെക്ഷൻ ഉണ്ടാവും. ഇന്ന കുറ്റത്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യത്തിന് പോകുന്നതിന് ഒരു വക്കീലിനെ ഇടപാട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ വകുപ്പ് വക്കീലിന് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഡയറക്ഷൻ ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അതനുസരിച്ച് വക്കീലന്മാരും അതുപോലെയുള്ള കക്ഷികളും അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു അറസ്റ്റ് മാത്രമേ ഇനി നടക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.